ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേക്സ്പിയറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡ്രാമ ദി ടെംപെസ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വില്യം ഷേക്സ്പിയറിനെ കൊണ്ട് സംസാരിക്കാം. അദ്ദേഹം 1564 ഏപ്രിൽ 23 ജനിക്കുന്നത്. 1616 ഏപ്രിൽ 23 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ഇംഗ്ലീഷ് പ്ലേ റൈറ്റാണ്, നാടകകൃത്താണ് ഇംഗ്ലീഷിലെ, അതുപോലെ തന്നെ പോയറ്റ് ആൻഡ് ആക്ടറാണ്. അദ്ദേഹത്തിന് പലപ്പോഴും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പലപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിൻ്റെ തന്നെ നാഷണൽ പോയറ്റായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് സംസാരിക്കുന്ന സമയത്ത് 39 നാടകങ്ങളും 154 സോണറ്റുകളും 3 ലോങ് നെറേറ്റീവ് പോയംസും എ ഫ്യൂ അതർ വേഴ്സസുമാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ആക്റ്റീവ് ആയിരുന്നത് 1585 മുതൽ 1613 വരെയാണ്. വില്യം ഷേക്സ്പിയർ ലിവ്ഡ് ഡ്യൂറിങ് ദ എലിസബത്തൻ ആൻഡ് ജക്കോബിയൻ ഇറ. വില്യം ഷേക്സ്പിയർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എലിസബത്തൻ ആൻഡ് ജക്കോബിയൻ ഇറയിലാണ്. ഏർലി മോഡേൺ ഇംഗ്ലീഷ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്. വില്യം ഷേക്സ്പിയറിൻ്റെ വർക്ക്സൊക്കെ ഡീപ്ലി കണക്റ്റഡ് ആയിരുന്നു ഇംഗ്ലീഷ് റിനൈസൻസുമായിട്ട്. 16th 17th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൽ ക്ലാസിക്കൽ ലേണിങ്ങിന്, ആർട്ട്, കൾച്ചർ എന്നിവ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്തിനെയാണ് ഇംഗ്ലീഷ് റിനൈസൻസ് എന്ന് പറയുന്നത്. ഒരു ന്യൂ ബർത്ത് എന്നൊക്കെയുള്ള മീനിങ് ആണ് ക്ലാസിക്കൽ ലേണിങ്ങിനും ആർട്ടിനും കൾച്ചറിനും ഒക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷേക്സ്പിയർ ജനിക്കുന്നത് തന്നെ ഈ ഒരു ഇംഗ്ലീഷ് റിനൈസൻസിൻ്റെ പീക്കിലെത്തിയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു വില്യം ഷേക്സ്പിയർ ജനിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ ഈ ഇംഗ്ലീഷ് റിനൈസൻസിന് വളരെയധികം വൈബ്രൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ പ്രോസ്പെറോ. പ്രോസ്പെറോ ആണ് ഈ ഒരു പ്ലേയുടെ പ്രോട്ടഗോണിസ്റ്റ്, മിറാണ്ടയുടെ അച്ഛൻ. 12 വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു കഥയാണ് ഈ ഒരു പ്ലേയിൽ അടങ്ങിയിരിക്കുന്നത്. പ്രോസ്പെറോ ആ സമയത്ത് മിലാൻ്റെ ഡ്യൂക്കായിരുന്നു. മിലാൻ എന്ന രാജ്യത്തിലെ രാജാവായിരുന്നു പ്രോസ്പെറോ. ഈ പ്രോസ്പെറോയ്ക്ക് ഒരു ബ്രദറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അന്റോണിയോ. നെക്സ്റ്റ് ക്യാരക്ടർ മിറാണ്ടയാണ്, ഡോട്ടർ ഓഫ് പ്രോസ്പെറോ. പ്രോസ്പെറോയുടെ മകളാണ്. ഐലൻഡിൽ വളരെ ചെറുപ്പകാലത്തിൽ എത്തിപ്പെടുന്ന ഒരാളാണ് മിറാണ്ട. അതുകൊണ്ട് തന്നെ മനുഷ്യരൂപത്തിലുള്ള ആളെ, അവളുടെ അച്ഛനെയും കാലിബൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയും അല്ലാതെ വേറെ ആരെയും മിറാണ്ട ഇതുവരെ കണ്ടിട്ടില്ല. സ്റ്റോറിയിലേക്ക് കടക്കുമ്പം ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. ആദ്യം ഒന്ന് ക്യാരക്ടേഴ്സ് പറഞ്ഞു വെച്ചാൽ കുറച്ചുകൂടി ക്ലിയർ ആവും സ്റ്റോറിയിലോട്ടേക്ക് വരുമ്പം എന്നുള്ളതുകൊണ്ടാണ് ക്യാരക്ടേഴ്സ് ഫസ്റ്റിലെ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നെക്സ്റ്റ് ക്യാരക്ടർ ഏരിയലാണ്. പ്രോസ്പെറോൻ്റെ ഒരു ഹെൽപ്പറാണ്, ഒരു സ്പിരിറ്റാണിത്. പ്രോസ്പെറോയുടെ സെർവൻ്റ് ആയിരുന്നു ഇത്. പ്രോസ്പെറോ ഏരിയലിനെ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് വരെ. നെക്സ്റ്റ് ക്യാരക്ടറാണ് കാലിബൻ. നമ്മൾ ഓൾറെഡി പ്രോസ്പെറോൻ്റെ ഒരു സെർവൻറ്റിനെ പറ്റി പരിചയപ്പെട്ടു. കാലിബൻ പ്രോസ്പെറോൻ്റെ മറ്റൊരു സെർവൻ്റാണ്. കാലിബൻ മരണപ്പെട്ടു പോയിട്ടുള്ള സൈക്കറാക്സ് എന്ന പേരുള്ള ഒരു വിച്ചിൻ്റെ മകനാണ് ഈ കാലിബൻ. കാലിബൻ്റെ ഭരണത്തിലായിരുന്നു ആ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നത്. ആ ഐലൻഡ് ഇന്ന് പ്രോസ്പെറോ വന്ന് കൈയടക്കിയ ശേഷം അവനത് നഷ്ടമായിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ പ്രോസ്പെറോൻ്റെ അടിമയായി മാറിയിരിക്കുകയാണ് കാലിബൻ. അതുകൊണ്ട് തന്നെ കാലിബൻ വിശ്വസിക്കുന്നത് ശരിയായ രീതിയിൽ തൻ്റെ അവകാശത്തിൽ അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ വരേണ്ട ഒന്നാണ് ഈ ഒരു ഐലൻഡെന്നും അത് പ്രോസ്പെറോ തട്ടിയെടുത്തെന്നുമാണ് അവൻ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറാണ് ഫെർഡിനൻഡ് കിങ് ഓഫ് നേപ്പിൾസിൻ്റെ, അതായത് അലൻസോയുടെ മകനാണ്. അലൻസോ ആണ് കിങ് ഓഫ് നേപ്പിൾസ്. ഈ ഫെർഡിനൻഡ് മിറാൻഡെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ അവർ പ്രണയത്തിലാകപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടറാണ് അലൻസോ. ഓൾറെഡി പറഞ്ഞു കിങ് ഓഫ് നേപ്പിൾസ് ആണ്. ഫെർഡിനൻഡിൻ്റെ അച്ഛനാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് അലൻസോയും അന്റോണിയും കൂടിയാണ് പ്രോസ്പെറോനെ ഡ്യൂക്ക് ഓഫ് മിലാൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് തുരത്തുന്നത്. സ്റ്റോറിയിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ വിശദമായിട്ട് മനസ്സിലാകും. നെക്സ്റ്റ് ക്യാരക്ടർ സെബാസ്റ്റ്യൻ.
അലൻസോസ് ബ്രദർ. നെക്സ്റ്റ് ക്യാരക്ടർ ഗൊൻസാലോ, ആൻ ഓൾഡ് ഹോണസ്റ്റ് ലോർഡ്. വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്. ഈ ഗൊൻസാലോ ആണ് പ്രോസ്പെറോനും മിറാൻഡേനെയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറാണ് സ്റ്റിഫാനോ ആൻഡ് ട്രിങ്കുളോ. സ്റ്റിഫാനോ എന്ന് പറയുന്നത് ഒരു മദ്യപാനിയായിട്ടുള്ള പാചകക്കാരനാണ്. ട്രിങ്കുളോ ഒരു ജസ്റ്ററാണ്. ജസ്റ്റർ എന്ന് പറഞ്ഞാൽ വിദൂഷകൻ. ഇത് രണ്ടും മൈനർ മെമ്പറാണ്. ഇതിൽ നമ്മൾ പ്ലേയിൽ നടക്കുന്ന ഓരോ കാര്യത്തിലും ഒരു മൈനർ മെമ്പർ മാത്രമാണ് ഇവർ. ഒരു കോമിക് എലമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാരക്ടർ. നെക്സ്റ്റ് ക്യാരക്ടറാണ് ബോട്ട്സ്വൈൻ. ബോട്ട്സ്വൈൻ 2 സീനിൽ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സീനിൽ ഒരു ഗുഡ് നാച്ചുറഡ് ആയിട്ടുള്ള പേഴ്സണാണ്, ചിയർഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ബാക്കിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റോറിയിലോട്ടേക്ക് വരുന്ന സമയത്ത് മനസ്സിലാവും. ലാസ്റ്റ് ക്യാരക്ടറിലോട്ടേക്ക് കിടക്കാം, സൈക്കോറാക്സ്. ലാസ്റ്റ് എന്ന് പറയുമ്പം ഡ്രാമയിൽ വേറെയും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. മൈനറായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നമ്മളതിലോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ അത്യാവശ്യം ഇൻട്രൊഡക്ഷനും കാര്യമൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മൈനർ ക്യാരക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൈനറായിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. സൈക്കോറാക്സ് കാലിബൻസ് മദറാണ്. കാലിബനെ പറ്റി ഓൾറെഡി പറഞ്ഞു. മനുഷ്യരൂപമാണെങ്കിൽ ഒരു നരഭോജി സ്റ്റൈലാണ് കാലിബന്. ഈ കാലിബൻ്റെ മദറാണ് സൈക്കോറാക്സ്. പവർഫുൾ വിച്ച്, ദുർമന്ത്രവാദിയാണ്. അവർ പ്ലേയിൽ അങ്ങനെ എപ്പിയർ ചെയ്യുന്നൊന്നുമില്ല. കാരണം അവർ മരണപ്പെട്ടതായിട്ടാണ് പ്ലേയിൽ കാണിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു പ്ലേ ഇവൻറ്റ് നടക്കുന്നതിന് ഒരുപാട് വർഷം മുന്നേ തന്നെ അവർ മരണപ്പെട്ടതായിട്ടാണ് കാണിക്കുന്നത്. സ്റ്റോറി ഓഫ് ദി പ്ലേ. നേപ്പിൾസിൻ്റെ കിങ്ങായിട്ടുള്ള അലൻസോ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഒരു ഫോറിൻ പ്രിൻസുമായിട്ട് നടത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡിലോട്ടേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ മിലാൻ എന്നുള്ള രാജ്യത്തിൻ്റെ പ്രഭുവായിട്ടുള്ള ആൻറ്റോണിയും അതുകൂടാതെ കോർട്ടിലെ തന്നെ മറ്റു ജെൻറ്റിൽമാൻമാരും കൂടെയുണ്ട്. അവർ കടലിലൂടെ വരുന്ന സമയത്ത് ഒരു ഐലൻഡ് കാണുകയാണ്. ആ ഐലൻഡ് ഭരിക്കുന്നത് ഒരു ഓൾഡ് മാൻ ആയിട്ടുള്ള പ്രോസ്പെറോ എന്നു പേരുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കൂടാതെ അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറാണ്ട എന്നു പേരുള്ള മകൾ കൂടി അവിടെയുണ്ട്. വളരെ ചെറുപ്പകാലത്ത് തന്നെ ആ ഐലൻഡിലോട്ടേക്ക് എത്തിപ്പെടുകയാണ് മിറാണ്ട. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ്റെ മുഖമല്ലാതെ മറ്റു മനുഷ്യന്മാരുടെ മുഖമൊന്നും അവൾക്ക് ഓർമ്മയില്ല. പ്രോസ്പെറോവും മകളും താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഗുഹയിലാണ്. ആ ഗുഹ തന്നെ പല കമ്പാർട്ട്മെൻറ്റുകളായിട്ട് പ്രോസ്പെറോ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു സ്റ്റഡി. അതിലായിരുന്നു ഈ പ്രോസ്പെറോയുടെ ബുക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റഡി എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ കൂടുതലായിട്ടും മാജിക് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു അത്. പ്രോസ്പെറോ വരുന്നതിന് മുന്നേ ഒക്കെ ഈ ഒരു ഐലൻഡ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് സൈക്കോറാക്സ് ആണ്. ഒരു ദുർമന്ത്രവാദിയാണ് അവർ. പ്രോസ്പെറോ വന്ന ശേഷമാണ് അവർ മരണപ്പെടുന്നത്. ഈ സൈക്കോറാക്സ് അവർ പറയുന്ന കാര്യങ്ങൾ പാപങ്ങളുള്ള ഡീഡ് ആയിട്ടുള്ള ഈവിൾ ഡീഡ്സ്, അതായത് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അതൊന്നും കേൾക്കാതെ ഇരുന്നിട്ടുള്ള ഗുഡ് സ്പിരിറ്റിനൊക്കെ വലിയ മരത്തിൽ ലാർജ് ട്രീസിൽ ഇംപ്രസ് ചെയ്തിട്ടാണുള്ളത്, അതായത് തടവിലാക്കിയിട്ടാണുള്ളത്. പ്രോസ്പെറോ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാജിക് ഉപയോഗിച്ചിട്ടാണ് ഈ ഗുഡ് സ്പിരിറ്റിനെയൊക്കെ മോചിപ്പിക്കുന്നത്. ഈ ഗുഡ് സ്പിരിറ്റിൻ്റെ തന്നെ ഒരു ചീഫാണ് ഏരിയൽ. ഏരിയൽ തുടർച്ചയായിട്ട് ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഭീകരരൂപിയായിട്ടുള്ള കാലിബനിൽ നിന്ന്. കാലിബൻ സൈക്കോറാക്സിൻ്റെ മകനാണ്. പ്രോസ്പെറോ അവനെ കണ്ടെത്തുന്നത് മരത്തടികൾക്കിടയിൽ നിന്നാണ്. അവന് മനുഷ്യരൂപത്തിനേക്കാളും സാമ്യമുണ്ടായിരുന്നത് ഏപ്പിൻ്റെ രൂപമാണ്. കുരങ്ങന്മാരുടെയൊക്കെ രൂപം, വാലില്ലാത്ത കുരങ്ങന്മാരുടെയൊക്കെ രൂപമായിട്ടായിരുന്നു അവന് സാമ്യമുണ്ടായിരുന്നത്. പ്രോസ്പെറോ അവനെ തൻ്റെ കേവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, തൻ്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, അവനെ സംസാരിപ്പിക്കുവാൻ പഠിപ്പിക്കുവാൻ വേണ്ടി. പ്രോസ്പെറോ വളരെ കൈൻഡായിട്ടായിരുന്നു കാലിബൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാലിബന് അവൻ്റെ അമ്മയുടെ അതേ ബാഡ് നേച്ചറായിരുന്നു, മോശപ്പെട്ട സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ റെഫ്യൂസ് ചെയ്തു നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നും. പ്രോസ്പെറോന് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാലിബനെ ഒരു എംപ്ലോയി ആയിട്ട് വെച്ചു, ഒരു അടിമയായിട്ട്. കാട്ടിൽ നിന്നുള്ള വിറകുകൾ ഒക്കെ കൊണ്ടുവരാനും അങ്ങനെയുള്ള മാനുവൽ വർക്ക്സൊക്കെ ചെയ്യാനായിട്ട് നിയോഗിച്ചു. അതിന് മാത്രമല്ല ഏരിയലിന് ഇൻചാർജും കൊടുത്തു. കാലിബൻ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന്
നോക്കണമെന്നും അവനെ കൊണ്ട് പ്രോപ്പറായിട്ട് ചെയ്യിക്കണമെന്നും നിർദ്ദേശം ഏരിയലിന് പ്രോസ്പെറോ കൊടുത്തു. പ്രോസ്പെറോക്കൊഴികെ മറ്റെല്ലാവരുടെയും മുന്നിൽ ഏരിയൽ ഇൻവിസിബിൾ ആയിരിക്കും. കാലിബൻ എപ്പോഴാണോ അവൻ്റെ വർക്ക് ചെയ്യാനായിട്ട് മടി കാണിക്കുന്നത് അപ്പോഴൊക്കെ ഇൻവിസിബിളായി വന്ന് ഏരിയൽ കാലിബനെ പിഞ്ചുമായിരുന്നു, നുള്ളു കൊടുക്കുമായിരുന്നു. ചില സമയത്തൊക്കെ പുഷ് ചെയ്യുമായിരുന്നു, തള്ളിയിടുമായിരുന്നു. മാത്രമല്ല ഏരിയൽ ചില സമയത്തൊക്കെ ഒരു ഏപ്പിൻ്റെ, അതായത് കുരങ്ങന്മാരുടെ രൂപമൊക്കെ സ്വീകരിച്ചിട്ട് അഗ്ലി ഫേസസൊക്കെ കാലിബനെ കാണിക്കുമായിരുന്നു. കൂടാതെ പെട്ടെന്ന് തന്നെ രൂപം മാറിയിട്ട് ഒരു മുള്ളം പന്നിയുടെ രൂപത്തിലേക്ക് വരികയും കാലിബൻ പോകുന്ന വഴിയിലൊക്കെ പോയി കിടക്കുകയും ചെയ്യുമായിരുന്നു. കാലിബന് മുള്ളം പന്നിയെ വളരെയധികം പേടിയായിരുന്നു. കാരണം അതിൻ്റെ ഷാർപ്പായിട്ടുള്ള മുള്ളുകൾ ചെരുപ്പൊന്നും ഇടാതെ ബെയർ ഫീറ്റായിട്ടാണ് കാലിബൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കാലിബൻ്റെ കാലിലേക്ക് കുത്തിക്കയറുമോ എന്നുള്ള പേടി കാലിബൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരോ ട്രിക്സും ഉപയോഗിച്ചിട്ടാണ് ഏരിയൽ കാലിബനെ പേടിപ്പിച്ചുകൊണ്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എപ്പോഴൊക്കെയെന്ന് വെച്ചാൽ കാലിബൻ പ്രോസ്പെറോ പറഞ്ഞിട്ടുള്ള ജോലികളൊന്നും ചെയ്യാതെ അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് നടക്കുന്ന സമയത്തൊക്കെ ഏരിയൽ ഇത്തരം കാര്യങ്ങളാണ് ചെയ്തിട്ടാണ് കാലിബനെ കൊണ്ട് വർക്ക് പ്രോപ്പർലി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏരിയലിനെ ഉപയോഗിച്ചുകൊണ്ട് കടലിലെ തിരമാലകളെയും കാറ്റിനെയും ഒക്കെ നിയന്ത്രിക്കാൻ പ്രോസ്പെറോയ്ക്ക് സാധിച്ചിരുന്നു. ഇതുവഴി വയലൻ്റായിട്ടുള്ളൊരു കൊടുങ്കാറ്റ് കടലിൽ സൃഷ്ടിക്കുകയാണ് പ്രോസ്പെറോ. അലൻസോയുടെ ഷിപ്പ് കടലിലൂടെ സെയിൽ ചെയ്യുന്ന സമയത്ത് പ്രോസ്പെറോക്ക് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള മിറാണ്ടയെ കാണിക്കണമെന്നുണ്ടായിരുന്നു, അതിഗംഭീരമായിട്ടുള്ള ആ വലിയ ഷിപ്പ്. പ്രോസ്പെറോ മിറാണ്ടയോട് പറഞ്ഞു, ആ ഷിപ്പിലും നിന്നെപ്പോലുള്ള മനുഷ്യന്മാർ ഉണ്ട് എന്ന്. മിറാണ്ട ആ ഷിപ്പിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് വളരെ വിഷമത്തിലായിരുന്നു. തിരമാലകളുടെ ശക്തിയൊക്കെ കാരണം അത് കീഴ്മേൽ മറഞ്ഞ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്കൊരിക്കലും ആ ഷിപ്പ് നശിച്ചു പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പ്രോസ്പെറോ അവളെ ഓർമ്മിപ്പിക്കുകയാണ്, ആ ഷിപ്പിനോ അതിലുള്ള സെയിലേഴ്സിനോ യാതൊരുവിധ പ്രയാസങ്ങളും തന്നെ ഉണ്ടാവുകയില്ല എന്ന്. പ്രോസ്പെറോ മിറാണ്ടയും താമസിക്കുന്ന ആ ഐലൻഡിലോട്ടേക്ക് ഡ്യൂക്ക് ആൻ്റോണിയോയും കിങ് അലൻസോയും എത്തിക്കാൻ പ്രോസ്പെറോക്ക് അദ്ദേഹത്തിൻ്റെ മാജിക്കിലൂടെ സാധിച്ചു. കൂടാതെ അദ്ദേഹം ഏരിയലിൻ്റെ അടുത്ത് ഓർഡർ ഇടുകയാണ്, ആജ്ഞാപിക്കുകയാണ്, ആ ഒരു ഷിപ്പിലെ എല്ലാ മെമ്പേഴ്സും ഇവിടെ സേഫായിട്ട് ഈ ഒരു തീരത്ത് എത്തേണ്ടതുണ്ടെന്നും ഒറ്റയ്ക്കോ അല്ലെങ്കിലോ ചെറിയ ഗ്രൂപ്പുകളായോ എത്തിക്കേണ്ടതുണ്ടെന്ന് ഓർഡർ ഇടുകയാണ്. അങ്ങനെ ഏരിയൽ ഫെർഡിനാൻഡിനെ മയക്കി പ്രോസ്പെറോൻ്റെ സെല്ലിലേക്ക് കൊണ്ടുവരികയാണ്. ഫെർഡിനാൻഡ് എന്ന് പറയുന്നത് അലൻസോയുടെ മകനാണ്, കിങ് ഓഫ് നേപ്പിൾസിൻ്റെ. മുന്നേ പറഞ്ഞായിരുന്നു മിറാണ്ട അവളുടെ അച്ഛൻ്റെ മുഖമല്ലാതെ വേറൊരാളുടെ മുഖവും കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഫെർഡിനാൻഡിനെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ അവൾക്ക് പ്രണയം തോന്നുകയാണ്. കൂടാതെ ഫെർഡിനാൻഡിൽ തിരിച്ചും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറാണ്ടയെ കാണുമ്പം ഫസ്റ്റ് സൈഡിൽ തന്നെ അവനും അവളോട് പ്രണയം തോന്നുകയാണ്. സത്യത്തിൽ പ്രോസ്പെറോക്ക് ആവശ്യമുള്ളത് അതുതന്നെയായിരുന്നു. പ്രോസ്പെറോ അതിൽ വളരെയേറെ സന്തോഷവാനായിരുന്നുവെങ്കിലും അത് മറച്ചു വെച്ച് ഫെർഡിനാൻഡിൻ്റെ അടുത്ത് ഹാർഡായിട്ടാണ് പ്രോസ്പെറോ സംസാരിച്ചത്. കാരണം പ്രോസ്പെറോക്ക് അറിയേണ്ടതുണ്ടായിരുന്നു എത്രമാത്രം എബിലിറ്റി ഫെർഡിനാൻഡിനുണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനെന്നുള്ളത്. അലൻസോ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഫെർഡിനാൻഡ് കടലിൽ മുങ്ങിപ്പോയി എന്നാണ്. ഇപ്പോൾ ഐലൻഡിൻ്റെ ഒരു ഭാഗത്തേക്ക് സെബാസ്റ്റ്യൻ, അലൻസോ, ആൻ്റോണിയോ ആൻഡ് ഗൊൺസാലോ ആണ്. ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് അവരുണ്ട്. അവരെല്ലാവരും തന്നെ വളരെയധികം സങ്കടത്തിലാണുള്ളത് പുതിയൊരു ഐലൻഡിൽ. കാരണം ഒരിക്കലും നല്ലൊരു കാര്യമായിരുന്നില്ല. ഷിപ്പ് തകർന്നിട്ട് ടെമ്പസ്റ്റ്, അതായത് കൊടുങ്കാറ്റ് മൂലം ഷിപ്പ് തകർന്നിട്ട് അവർ ഈ ഒരു പുതിയ ഐലൻഡിലോട്ട് എത്തിപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ വളരെയധികം ദുഃഖിതരായിരുന്നു. അലൻസോന് മെയിനായിട്ടുണ്ടായിരുന്ന ദുഃഖം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ കടലിൽ മുങ്ങിപ്പോയി എന്നുള്ളത് ആയിരുന്നു. ഈ സമയത്താണ് ഇൻവിസിബിളായിട്ട് വന്നിട്ടുള്ള ഏരിയൽ ഒരു ദൈവികമായിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. അതിൽ സെബാസ്റ്റ്യനും ആൻ്റോണിയോ ഒഴികെ ബാക്കി എല്ലാവരും മയങ്ങിപ്പോവുകയാണ്. സെബാസ്റ്റ്യൻ ആരാണ്? അലൻസോയുടെ ബ്രദറാണ്. അതുപോലെ പ്രോസ്പെറോയുടെ ബ്രദറാണ് ആൻ്റോണിയോ. അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രമായിട്ടുള്ള സിറ്റുവേഷനിൽ ഇവർ രണ്ടുപേരും തന്നെ കിങ് അലൻസോയെ
വധിക്കുവാനും ആ സ്ഥാനം സെബാസ്റ്റ്യൻ അലങ്കരിക്കുവാനും പ്ലാൻ ചെയ്യുകയാണ്. ഇതൊക്കെ കേട്ടുനിന്ന ഏരിയൽ അവരെ ആരെയാണോ മയക്കിക്കിടത്തിയത്, അലൻസോയും ഗൊൻസാലോനെയും ഒക്കെ മയക്കിക്കിടത്തിയിട്ടുണ്ട്, അപ്പോൾ അവരെയൊക്കെ എഴുന്നേൽപ്പിക്കുകയാണ് ഈ ഒരു ഗൂഢാലോചന ഇവർ നടത്തുന്നതിന് മുന്നേ ആയി. അങ്ങനെ ജസ്റ്ററായിട്ടുള്ള വിദൂഷകനായിട്ടുള്ള ട്രിങ്കുലോവും അതുപോലെ തന്നെ ബട്ട്ലർ പാചകക്കാരനായിട്ടുള്ള സ്റ്റിഫാനോവും ഒരു ഡ്രങ്കൻ സ്റ്റേറ്റിൽ, അതായത് മദ്യപിച്ചിട്ടുള്ള അവസ്ഥയിൽ ഐലൻഡിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ്. അങ്ങനെ അലഞ്ഞു തിരിയുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പെട്ടെന്ന് കാലിബിനെ മീറ്റ് ചെയ്യുകയാണ്. കാലിബൻ ഒരു ലോഡ് വുഡ്സൊക്കെ ആയിട്ട്, മരത്തടികളൊക്കെ ആയിട്ട് വരികയായിരുന്നു. അങ്ങനെ കാലിബിനെ കണ്ടപ്പോൾ ഇവർ കാലിബിന് വൈന് ഓഫർ ചെയ്യുകയാണ്. അങ്ങനെ കൊടുത്തിട്ടുള്ള വൈന് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചതുകൊണ്ട് തന്നെ കാലിബിന് അവൻ്റെ സെൻസ് നഷ്ടമാവുകയാണ്. അങ്ങനെ കുടിച്ച് മത്ത് കിട്ടിയിട്ടുള്ള അവസ്ഥയിൽ കാലിബൻ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുകയാണ്, എന്നും എന്നേക്കുമായിട്ടൊരു അടിമയായിട്ട്, ഇവരുടെ രണ്ടുപേരുടെ അടിമയായിട്ട് നിന്നോളാം എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു സ്റ്റിഫാനോയെയും അതുപോലെ തന്നെ ട്രിങ്കുലോനെയും അവൻ്റെ പാതയിലേക്ക് കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ പ്രോസ്പെറോയെ മർഡർ ചെയ്യാൻ, കൊല്ലാനായിട്ട്. കൂടാതെ കാലിബൻ ഇവരുടെ അടുത്ത് പറയുകയാണ്, എപ്പോഴാണ് പ്രോസ്പെറോ മരണപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത്, അപ്പോൾ നിങ്ങളായിരിക്കും ഈ ഒരു ഐലൻഡിൻ്റെ റൂളേഴ്സ് എന്ന്. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് ഈ ഒരു പ്ലാനിൻ്റെ അധിഷ്ഠിതമായിട്ട് സ്റ്റിഫാനോ കിങ് ആയിട്ടും അതുപോലെ തന്നെ മിറാണ്ടയെ അദ്ദേഹം ഭാര്യയാക്കി മാറ്റുമെന്നും, കൂടാതെ ട്രിങ്കുലോയും കാലിബനും വൈസ്രോയ്സ് ആയിട്ടും ഐലൻഡിൽ സുഖമായി ജീവിക്കുമെന്നാണ് ഇവരുടെ പ്ലാൻ. പക്ഷേ ഇവരറിയുന്നുണ്ടായിരുന്നില്ല ഇൻവിസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ പ്രോസ്പെറോനെ കൊല്ലാനുള്ള ഇവരുടെ പ്ലാനൊക്കെ കേട്ട് നിൽപ്പുണ്ട് എന്നുള്ളത്. അങ്ങനെ ഏരിയയിൽ പ്രോസ്പെറോൻ്റെ അടുത്തേക്ക് ഈ വിവരം കൊണ്ടെത്തിക്കുകയാണ്. പിന്നെ മറ്റൊരിടത്ത് നിന്ന് മിറാണ്ട തടസ്സം നിൽക്കുകയാണ് പ്രോസ്പെറോൻ്റെ ഓർഡറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെർഡിനൻഡിനെ അങ്ങനത്തെ ടാസ്കൊക്കെ, അതായത് കളക്റ്റിംഗ് വുഡ്സ്, മരത്തടികളൊക്കെ കളക്ട് ചെയ്യുന്ന ടാസ്കിൽ നിന്നൊക്കെ തടസ്സം നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഫെർഡിനാൻഡിനും മിറാണ്ടയ്ക്കും ഇടയിലുള്ള പ്രണയം സിൻസിയർ ആണെന്നും ആത്മാർത്ഥതയുള്ളതാണെന്നും അതികഠിനമാണെന്നും മനസ്സിലാക്കിയ പ്രോസ്പെറോ അവനെ വെറുതെ വിടാൻ തീരുമാനിക്കുകയാണ്. കൂടാതെ പ്രോസ്പെറോ ഏരിയലിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അലൻസോക്കും അദ്ദേഹത്തിൻ്റെ മറ്റു ഫോളോവേഴ്സിനും ആൻ്റോണിയോക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു പരിഹാസപൂർണമായിട്ടുള്ള വിരുന്നൊരുക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് ഇവർ വിശന്ന് വലഞ്ഞിട്ടുള്ള ഇവർ ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള റിച്ച് ഫുഡും ഡിഷസൊക്കെ കാണുന്ന സമയത്ത് അവർ എപ്പോഴാണോ ആ ഒരു വിരുന്നിനടുത്തേക്ക് എത്തുന്നത് അപ്പോഴത് വാനിഷ്ഡ് ആവും, അത് അപ്രത്യക്ഷിതമാകും. അങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തു വച്ചിരിക്കുന്നത്. ദെൻ ഏരിയയിൽ ക്രൂരമുഖമുള്ള ഒരു പക്ഷിയുടെ, ഒരു ഹാർപ്പിയുടെ രൂപത്തിലേക്ക് മാറുകയും പ്രോസ്പെറോനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലോട്ട് തയ്യാറാക്കിയിട്ടുള്ള എല്ലാവരെയും താക്കീത് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അലൻസോ മനസ്സിലാക്കുകയാണ് ഫെർഡിനൻഡിന് തനിക്ക് നഷ്ടമായിരിക്കുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള പാവങ്ങൾ കാരണമാണ് എന്നാണ്. അലൻസോ ചെയ്തിട്ടുള്ള പാവങ്ങൾ കാരണമാണ് തൻ്റെ മകനെ തനിക്ക് നഷ്ടമായത് എന്ന് അലൻസോ മനസ്സിലാക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടാവുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ. പിന്നീട് അദ്ദേഹം പ്രോസ്പെറോ തൻ്റെ റോക്കിയസിലയിലോട്ടേക്ക് തിരിച്ചു വരികയും ഫെർഡിനൻഡിനെ സ്വതന്ത്രമാക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്നാണ് പ്രോസ്പെറോയ്ക്ക് ഓർമ്മ വരുന്നത് കാലിബനും മറ്റ് രണ്ടുപേരും കൂടിയിട്ട് പ്രോസ്പെറോയെ കൊല്ലാനായിട്ടൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏരിയലിനെ ഓർഡർ ചെയ്യുകയാണ് അവരെ ശിക്ഷിക്കുവാനായിട്ട്. അതുപ്രകാരം ഏരിയൽ ആ കോൺസ്പിറേറ്റേഴ്സിനെ, ആ ഗൂഢാലോചകരെ മയക്കുകയാണ്. തൻ്റെ മുന്നിൽ കുറേ റോയൽ ക്ലോത്ത്സ്, രാജകീയമായ വസ്ത്രങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട്. മാത്രമല്ല ഏരിയൽ തൻ്റെ കൂടെയുള്ള മറ്റ് സ്പിരിറ്റിനോടൊക്കെ പറയുകയാണ് അവരെ, ഈ ഗൂഢാലോചകരെ പേടിപ്പിക്കുന്ന നായ്ക്കളുടെ രൂപമെടുത്ത് ഇവിടെ നിന്നും ഓടിക്കുവാനായിട്ട്, അദ്ദേഹത്തിനും കാലിബൻ്റെ ഫ്രണ്ട്സിനെയും ആ സ്ഥലത്ത് നിന്ന് ഓടിക്കാനായിട്ട് ഏരിയൽ മറ്റു സ്പിരിറ്റിൻ്റെ അടുത്ത് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്പിരിറ്റൊക്കെ ഏരിയൽ പറഞ്ഞത് പ്രകാരം ചെയ്യുകയാണ്. അവിടെ നിന്നും ഈ 3 പേരെയും ഓടിക്കുകയാണ്. പ്രോസ്പെറോയ്ക്ക് എപ്പോഴാണോ കിങ് ഓഫ് നേപ്പിൾസ് ആയിട്ടുള്ള അലൻസോവും തൻ്റെ സഹോദരൻ ആൻ്റോണിയും ചെയ്തുപോയ പാപങ്ങൾക്ക് പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന് തോന്നിയത്, അതായത് പ്രോസ്പെറോയെയും അദ്ദേഹത്തിൻ്റെ മകളെയും അദ്ദേഹം ഭരിക്കുന്ന നാട്ടിൽ നിന്നും ചതിച്ചു പുറത്താക്കുകയായിരുന്നു. അതിൽ എപ്പോഴാണോ അവർക്ക് പശ്ചാത്താപമുണ്ട് എന്ന്
പ്രോസ്പിരോക്ക് കൺവിൻസ്ഡ് ആയത്. അപ്പോൾ പ്രോസ്പിരോ ഏരിയലിൻ്റെ അടുത്ത് പറയുകയാണ്, ഒരു മാന്ത്രിക വലയം സൃഷ്ടിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ സെല്ലിന് മുന്നിലായിട്ട് ഒരു മാന്ത്രിക വലയം സൃഷ്ടിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അതിൽ അവരെ കൊണ്ടുവരാനായിട്ടും ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഏരിയൽ പ്രോസ്പിരോവിൻ്റെ ഓർഡർ പ്രകാരം അവരെ മയക്കി കിടത്തിക്കൊണ്ട് ആ ഒരു സർക്കിളിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ അന്റോണിയോ, ഗൊൻസാലോയും സെബാസ്റ്റ്യനും എല്ലാവരും തന്നെ തങ്ങളുടെ മുന്നിൽ പ്രോസ്പിരോയെ കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. അതും ഡ്യൂക്ക് ഓഫ് മിലാൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ. എന്നിട്ട് പ്രോസ്പിരോ പറയുകയാണ് അന്റോണിയോയോട്, താനാണ് ഡ്യൂക്ക് ഓഫ് മിലാൻ എന്ന്. കൂടാതെ അദ്ദേഹം അന്റോണിയോയോട് ചോദിക്കുകയാണ്, തിരിച്ചെനിക്ക് എൻ്റെ ഡ്യൂക്ടം തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. കൂടാതെ പ്രോസ്പിരോ അലൻസോയുടെ സഹോദരനായിട്ടുള്ള സെബാസ്റ്റ്യനെ വാൺ ചെയ്യുകയാണ്. അലൻസോയെ കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം കരസ്ഥമാക്കാനാണ് സെബാസ്റ്റ്യൻ അന്റോണിയോ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പ്ലാനിനെതിരെയായിട്ട് പ്രോസ്പിരോ സെബാസ്റ്റ്യനെ വോൺ ചെയ്യുകയാണ്, ചെയ്യുന്ന കർമ്മങ്ങൾക്കും ഒക്കെയും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്നുള്ളത്. അതിനുശേഷം കുറ്റബോധത്തോടു കൂടി ഇരിക്കുന്ന അലോൻസോയെ കൂട്ടിയിട്ട് അദ്ദേഹം സെല്ലിലോട്ടേക്ക് പോവുകയാണ് പ്രോസ്പിരോ. അങ്ങനെ അവിടെ വെച്ച് അലോൻസോ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഫെർഡിനൻഡിനെ കാണുകയാണ്. മിറാണ്ടയുടെ കൂടെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുകയാണ്. മരിച്ചെന്ന് കരുതിയിട്ടുള്ള തൻ്റെ മകൻ ജീവനോടെ ഇരിക്കുന്നത് കണ്ടിട്ട് അലോൻസോ അതീവ സന്തോഷവാനാവുകയാണ്. കൂടാതെ മിറാണ്ടയുടെ അതിഗംഭീരമായിട്ടുള്ള സൗന്ദര്യത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇത്തരം സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിൽ ക്യാപ്റ്റനെയും ബോട്ട്സ്മാനെയും കൂട്ടിയിട്ട് ഏരിയൽ തിരിച്ചെത്തുകയാണ്. അവർ വന്നിട്ടുള്ളത് തകർന്നിട്ടുള്ള സ്റ്റോമിൽ, ടെമ്പസ്റ്റിൽ, കൊടുങ്കാറ്റിൽ തകർന്നിട്ടുള്ള ഷിപ്പ് ശരിയായിട്ടുണ്ട്, തങ്ങൾക്ക് യാത്ര ചെയ്യാൻ മാത്രമുള്ള രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട് എന്ന് ഗുഡ് ന്യൂസുമായിട്ടാണ് അവരെത്തിയിട്ടുള്ളത്. അങ്ങനെ ഏരിയൽ ആ 3 ഡ്രങ്കൻസിനെയും കൂട്ടിയിട്ട് പ്രോസ്പിരോൻ്റെ മുന്നിൽ വരികയാണ്. പ്രോസ്പിരോ മാജിക് സ്പെല്ലിൽ നിന്നും അവരെ ഫ്രീ ആക്കുകയാണ്, സ്വതന്ത്രമാക്കുകയാണ്. കൂടാതെ കാലിബൻ്റെ അടുത്ത് ഓർഡർ ഇടുകയാണ് ഗസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിനുശേഷം അന്റോണിയോയും അലൻസോയെയും അന്നത്തെ രാത്രി അദ്ദേഹത്തിൻ്റെ കേവിൽ ചിലവഴിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം പ്രോസ്പിരോ അന്റോണിയോയുടെയും അലൻസോയുടെയും മിറാൻഡയുടെയും ഫെർഡിനാൻഡിൻ്റെയും മറ്റുള്ളവരുടെയും കൂടെ ആ ഒരു ഐലാൻഡ് വിട്ടു പോകാൻ തയ്യാറെടുക്കുകയാണ്. അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് മിലാനിലേക്ക് പോകുവാനായിട്ടാണ്. എവിടെയാണോ അദ്ദേഹം തിരിച്ച് രാജാവായിട്ട് കയറാൻ പോകുന്നത് അവിടത്തേക്ക് തന്നെ പോകാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മിലാനിലോട്ടേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് പ്രോസ്പിരോ ഏരിയലിനെ അദ്ദേഹത്തിൻ്റെ മാജിക് ചാമിൽ നിന്നും റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ ഏരിയലിന് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി എവിടെ വേണമെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. തുടർച്ചയായി ഏരിയൽ പ്രോമിസ് ചെയ്യുകയാണ് പ്രോസ്പിരോയോടും മറ്റുള്ളവരോടും, നേപ്പിൾസിലേക്കും അതുപോലെ തന്നെ മിലാനിലേക്കുള്ള യാത്രയിൽ കടൽ വളരെയധികം ശാന്തമായിരിക്കുമെന്നും ഒരു തരത്തിലുള്ള തടസ്സങ്ങളും കാറ്റുകൾ സൃഷ്ടിക്കുകയില്ല എന്നും പ്രോമിസ് ചെയ്യുകയാണ്. അങ്ങനെ വീണ്ടും പ്രോസ്പിരോ മിലാൻ്റെ ഡ്യൂക്ടം സ്വീകരിക്കുകയാണ്. ഇതോടുകൂടി ഡ്രാമ എൻഡ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ടെമ്പസ്റ്റിലുള്ള തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പവർ ആൻഡ് കൺട്രോൾ, രണ്ടാമത്തത് മാജിക് ആൻഡ് ഇല്യൂഷൻ, മൂന്നാമത് ഫോർഗിവ്നെസ് ആൻഡ് റിഡംഷൻ, പിന്നെ കൊളോണിയലിസം, പിന്നെ നാച്ചുറൽ വേഴ്സസ് നാച്വർ, ഫ്രീഡം. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, പവർ ആൻഡ് കൺട്രോൾ. നമ്മൾ ഈ ഒരു ഡ്രാമയിൽ കണ്ടിട്ടുണ്ട് പ്രോസ്പിരോ എത്രമാത്രം പവർ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഐലൻഡിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഡ്രാമയിൽ ഏരിയലിനെയും കാലിബനെയും കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ചിട്ട്. ഇത് തന്നെയാണ് ഇവിടെ പവർ ആൻഡ് കൺട്രോൾ എന്നുള്ള തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം യൂസ് ചെയ്യുന്ന മാജിക് കൊണ്ട് അദ്ദേഹം എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെന്ന് നമ്മളിവിടെ കാണുന്നുണ്ട് ഡ്രാമയിൽ. കൂടാതെ എങ്ങനെയാണ് പവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ദോഷകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാമെന്നുള്ളതും ഈ ഒരു ഡ്രാമയിൽ നിന്ന് കൺക്ലൂഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തീം എന്ന് പറയുന്നത് പവർ ആൻഡ് കൺട്രോളാണ്. രണ്ടാമതാണ് മാജിക് ആൻഡ് ഇല്യൂഷൻ. മാജിക് ഈ ഒരു ഡ്രാമയിൽ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ടെന്ന് കഥ കേട്ടിട്ടില്ല നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും.
ഓരോ സിറ്റുവേഷൻസിനെയും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മാജിക് കൊണ്ട്. മാജിക് മാത്രമല്ല, ഒരു മിഥ്യയായിട്ടുള്ള ഓരോ കാര്യങ്ങളും സൃഷ്ടിക്കാൻ ഇദ്ദേഹത്തിൻ്റെ മാജിക് യൂസ് ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. തിയററ്റിക്കൽ ഇല്യൂഷൻ്റെയും ആർട്ടിസ്റ്റിക് ക്രിയേഷൻ്റെയും ഒരു മെറ്റഫറായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തേതാണ് ഫോർഗിവ്നെസ് ആൻഡ് റിഡംഷൻ. ഈ ഒരു ഡ്രാമയുടെ സെൻട്രൽ തീം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഫോർഗിവ്നെസ് ആണ്. അദ്ദേഹത്തിൻ്റെ നാട് കടത്തപ്പെടുകയാണ് മിലാനിൽ നിന്നും പ്രോസ്പെറയും തൻ്റെ മകളെയും. അപ്പം അങ്ങനെ നാട് കടത്തപ്പെട്ടിട്ടും തൻ്റെ സ്വന്തം ബ്രദർ ചതിച്ചിട്ടും അവസാനം ഡ്രാമയുടെ അവസാനത്തിൽ കാണാൻ പറ്റുന്നത് എല്ലാവർക്കും മാപ്പ് നൽകുന്ന പ്രോസ്പെറയാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. പിന്നെ റിഡംഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പാണ്. എല്ലാവരോടും ക്ഷമിച്ചിട്ട് അദ്ദേഹം ഡ്യൂക്ക് ഓഫ് മിലാനായിട്ട് വീണ്ടും വരികയാണ്. അത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്ന തീമും. ഇത് തന്നെയാണ് സെൻട്രൽ തീമും. കൊളോണിയലിസമാണ് അടുത്ത തീം. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഇന്ന് നമ്മളുടെ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരിടത്തിലേക്ക് പോയി അവിടുത്തെ എല്ലാവരും അടിമയാക്കി വെച്ചുകൊണ്ട് നമ്മൾ പവർ കൈയെടുക്കുന്നതിനെയാണ് കൊളോണിയലൈസേഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും മീൻ ചെയ്യുന്നത്. അവരുടെ ഐലൻഡിലോട്ടേക്ക് പോയിട്ട് കാലിബനെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്ന തീമും. ചൂഷണം, സാംസ്കാരിക അടിച്ചേൽപ്പിക്കൽ, അതായത് അടിച്ചേൽപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം അത്തരം മനുഷ്യത്വ രഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. നെക്സ്റ്റ് തീമാണ് നാച്ചുർ വേഴ്സസ് നേച്ചർ. മനുഷ്യൻ്റെ പെരുമാറ്റം പ്രധാനമായും നിർണ്ണയിക്കുന്നത് അവന് സഹജമായിട്ടുള്ള സ്വഭാവമാണോ അതോ തൻ്റെ ചുറ്റിൽ നിന്നും അവന് ലഭിക്കുന്നതായിട്ടുള്ള, അതായത് പാരിസ്ഥിതിക വളർത്തലുകൾ, അതായത് വളർന്ന സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെടുന്ന സ്വഭാവമാണോ എന്നും കൂടി ഈ ഡ്രാമ പരിശോധിക്കുന്നുണ്ട്. കാട്ടിൽ വളർന്നിട്ടുള്ള കാലിബൻ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ കൂടുതൽ പരിഷ്കൃതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സാഹചര്യത്തിലാണ് വളർത്തപ്പെടുന്നത്. അതാണ് ആ ഒരു ഇതും മനുഷ്യൻ്റെ സ്വഭാവവും, അതായത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ രൂപപ്പെടുന്ന സ്വഭാവവും അതുപോലെ തന്നെ ജന്മന ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു സ്വഭാവവുമാണ് നേച്ചർ വേഴ്സസ് നേച്ചർ എന്നുള്ളതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തീമാണ് ഫ്രീഡം. ഏരിൽ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പ്രോസ്പെറോൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിൻ്റെ അടിമയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു ഏരിയൽ. അപ്പം അദ്ദേഹത്തിന് ഈ ഏരിയലിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതും. സേവനത്തിലൂടെയും ഒറ്റപ്പെടലിലൂടെയും യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്താൻ കഴിയുമോ എന്നും നാടകം ചോദ്യം ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഫ്രീഡം എന്നുള്ള തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റാണ് ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി. നമുക്കറിയാം, റിയാലിറ്റിയെ കൂടാതെ, യഥാർത്ഥ സംഭവങ്ങളെ കൂടാതെ പ്രോസ്പെറോ ഉപയോഗിക്കുന്ന മാജിക് കൊണ്ട് ഒരുപാട് ഇല്യൂഷൻസ് നമ്മൾ ഡ്രാമയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്തരത്തിലുള്ള ഇല്യൂഷൻസ് തന്നെയാണ് ഇവിടെ പറയുന്നതും. അദ്ദേഹം മാജിക് ഉപയോഗിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്, മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഇല്യൂഷൻ ആൻഡ് വേഴ്സസ് റിയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രേക്ഷകരെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്താണ് അല്ലെങ്കിൽ മിഥ്യ എന്താണ് എന്നുള്ള ചോദ്യം ചോദിപ്പിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സമ്മറിയിലോട്ടേക്ക് കിടക്കാം. പ്രോസ്പെറോൻ്റെ സ്വന്തം സഹോദരനായിരുന്ന ആൻ്റോണിയോ കിങ് ഓഫ് നേപ്പിൾസ് ആയിട്ടുള്ള അലൻസോയുടെയും സഹായത്തോടു കൂടിയിട്ട് പ്രോസ്പെറോയും തൻ്റെ വളരെ ചെറുപ്പമായിരുന്ന മകൾ മിറാണ്ടയും നാട് കടത്തുകയാണ്. അങ്ങനെ അവർ ഒരു ഐലൻഡിലേക്ക് എത്തിപ്പെടുകയാണ്. ആ ഐലൻഡിലുള്ള കാലിബിനെയും ഏരിയലിനെയും അടിമയാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം ഇല്യൂഷൻസും മാജിക്കും ക്രിയേറ്റ് ചെയ്ത് തന്നെ ചതിച്ച ആൾക്കാരെ ആ ഐലൻഡിലോട്ടേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പല വിധത്തിലുള്ള മായകളും കാണിച്ചിട്ട് അവരിൽ കുറ്റബോധം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനുശേഷം തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഡ്യൂക്ടം ആവശ്യപ്പെടുകയാണ്. ശേഷം സന്തോഷത്തോടു കൂടിയിട്ട് അവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുറ്റകൃത്യങ്ങളെല്ലാവരും മനസ്സിലാക്കി തിരിച്ചവർ അവരുടെ രാജ്യത്തിലോട്ടേക്ക് വരികയാണ്. അങ്ങനെ വീണ്ടും ഡ്യൂക്ക് ഓഫ് മിലാനായിട്ട് പ്രോസ്പെറോ മാറുകയാണ്. കൂടാതെ അലൻസോ കിങ് ഓഫ് മിലാൻ്റെ
മകനായിട്ടുള്ള ഫെർഡിനൻഡുമായിട്ട് പ്രോസ്പെറോൻ്റെ മകളുടെ വിവാഹവും നിശ്ചയിക്കുകയാണ്. നെക്സ്റ്റ് ദി ടെമ്പസ്റ്റിലുള്ള സോളിലോക്വീസ് പരിശോധിക്കാം. Soliloquy is a speech delivered by a character alone on stage. ഒരു പ്ലേയിലെ ക്യാരക്ടർ ഒറ്റയ്ക്ക് സ്റ്റേജിലുള്ള സമയത്ത് ഡെലിവർ ചെയ്യുന്ന സ്പീച്ചിനെയാണ് സോളിലോക്വി എന്ന് പറയുന്നത്. ഈ സോളിലോക്വീസ് അവരുടെ ഇന്നർ മൈൻഡിൽ എന്താണെന്നുള്ളതും നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നുള്ളതൊക്കെ ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ദി ടെമ്പസ്റ്റിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന സോളിലോക്വീസ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെറോൻ്റെയും അതുപോലെ തന്നെ കാലിബൻ്റെ ആയിരിക്കും. പ്രോസ്പെറോ സോളിലോക്വി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ് പറയാനായിട്ടും അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസൊക്കെ ഓഡിയൻസിലേക്ക് എത്തിക്കാനുമാണ് പ്രോസ്പെറോയുടെ സോളിലോക്വി ദ ടെമ്പസ്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കാലിബൻ്റെ സോളിലോക്വി ഉപയോഗിച്ചിരിക്കുന്നത് കാലിബന് പ്രോസ്പെറോനോടുള്ള നീരസം കാണിക്കാനായിട്ടാണ് കാലിബൻ്റെ സോളിലോക്വി ഉപയോഗിച്ചിട്ടുള്ളത്. പ്രോസ്പെറോയുടെ സോളിലോക്വീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്ട് 1 സീൻ 2-ൽ പ്രോസ്പെറോ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു ഐലൻഡിൽ എത്തിപ്പെട്ടത് എന്ന് സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് റിവഞ്ച് ചെയ്യാനുള്ള പ്ലാൻസും ആക്ട് 1 സീൻ 2-ലെ സോളിലോക്വിയിലൂടെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ സോളിലോക്വി ആക്ട് 4-ലെ സീൻ 1-ലാണ്. പ്രോസ്പെറോ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി തരികയാണ് നമ്മളുടെ ശാശ്വതമല്ലാത്ത, അതായത് അല്പായുസ് മാത്രമുള്ള ജീവിതത്തെ പറ്റിയിട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസായ സ്പീച്ചിലൂടെ അവർ റെവൽസ് നൗ ആർ എൻഡഡ് എന്ന് വെച്ചാൽ മലയാളം പറയുകയാണെങ്കിൽ നമ്മുടെ ആനന്ദങ്ങൾ ഇപ്പോൾ അവസാനിച്ചു എന്നതിലൂടെ അദ്ദേഹം പവർ ഓഫ് ഇല്യൂഷൻ കൂടിയാണ് ആ ഒരു സോളിലോക്വിയിലൂടെ കാണിച്ചു തരുന്നത്. ലാസ്റ്റ് സോളിലോക്വി ആക്ട് 5 സീൻ 1-ൽ പ്രോസ്പെറോ ഒരു എപ്പിലോഗ് പറയാണ്, അവസാനത്തെ ഡയലോഗ് പറയാണ്. അദ്ദേഹം എന്താണ് മാജിക് ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ്. അതുമാത്രമല്ല ഓഡിയൻസിൻ്റെ അടുത്ത് മാപ്പ് അപേക്ഷിക്കുകയാണ്. തൻ്റെ മാജിക്കൊക്കെ ഉപേക്ഷിക്കുന്നതിലൊക്കെ മാപ്പ് അപേക്ഷിക്കുകയാണ്. അതാണ് പ്രോസ്പെറോയുടെ ലാസ്റ്റ് സോളിലോക്വി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാലിബൻ്റെ സോളിലോക്വി നോക്കാം. ആക്ട് 2 സീൻ 2-ലാണ് കാലിബൻ്റെ സോളിലോക്വി വരുന്നത്. കാലിബൻ്റെ സോളിലോക്വി മെയിനായിട്ടും റിവീൽ ചെയ്യുന്നത് പ്രോസ്പെറോനോടുള്ള ഹേറ്റ്രഡാണ്. ആൻഡ് ഹിസ് വില്ലിങ്നെസ് ടു ഇംപ്രസ് ദ ബ്രേവ് ന്യൂ വേൾഡ് ഓഫേർഡ് ബൈ സ്റ്റെഫാനോ ആൻഡ് ട്രിങ്കുലോ. കാലിബൻ്റെ സോളിലോക്വി വരുന്നത് കാലിബൻ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് ഈ ഒരു അദ്ദേഹത്തിൻ്റെ പ്ലാൻ എത്തിക്കുകയാണ് സോളിലോക്വിയിലൂടെ. പ്രോസ്പെറോയെ ഇവരുടെ ട്രിങ്കുലോയുടെയും സ്റ്റെഫാനോയുടെയും ഹെൽപ്പോട് കൂടിയിട്ട് ഇല്ലാതാക്കിയിട്ട് അവിടേക്ക് സ്റ്റെഫാനോയും ട്രിങ്കുലോനെയും അതുപോലെ കാലിബനും കൂടി ആ ഒരു ഐലൻഡ് ഭരിക്കാം എന്നുള്ള രീതിയിൽ വൈസ്രോയ്സ് ആയിട്ടും കിങ് ആയിട്ടൊക്കെ ഭരിക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ നടത്തുന്നുണ്ട്. അതാണ് കാലിബൻ്റെ ഒരു സോളിലോക്വി എന്ന് പറയുന്നത്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.